ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 14-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഭഗവാൻ പറയുന്നു, സർവയോനിഷു കൗന്ദേയ മൂർത്തയ സംഭവന്തിയാഹ താസാം ബ്രഹ്മമഹത് യോനി അഹം ബീജപ്രദ പിതാ. ഇതൊരു പലപ്പോഴും നമ്മൾ ഭഗവത്ഗീതയെ പലരും വിമർശിക്കുന്നത്, പ്രത്യേകിച്ച് ഈ യുക്തിവാദികളൊക്കെ വിമർശിക്കുക, കൃഷ്ണൻ നല്ലതിൻ്റെ മാത്രം ഇങ്ങനെ പാറ്റൻ്റ് എടുക്കുന്ന ആളാണ്, ബെടക്ക് കേസുകളൊക്കെ മൂപ്പർക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. കാരണം ഇവർ ഈ യുക്തിവാദികളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ഓർക്കുമ്പോൾ, ഇപ്പോഴത്തെ പുതിയ യുക്തിവാദികൾ കേട്ടോ, പണ്ട് കുറച്ച് കാമ്പുള്ളവരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ള പുതിയ യുക്തിവാദികളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് പലപ്പോഴും സഹതാപം തോന്നാറുണ്ട്. കാരണം ഇവരുടെ ഒരു ദുരവസ്ഥ ഓർത്തിട്ട്. അപ്പോൾ എന്നാൽ ഇവരിൽ പലരും ഈ ഏലസിൻ്റെയും എന്താ പറയുക ജ്യോതിഷത്തിൻ്റെയൊക്കെ പിറകെ പോകുന്ന ആൾക്കാരും ഉണ്ട്. അത് അതിൻ്റെ വേറൊരു രസം. എന്തെങ്കിലും ആവട്ടെ, ഇവിടെ പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം തന്നെ സർവയോനിഷു കൗന്ദേയ മൂർത്തയ സംഭവന്തി യാഹ. ഏതേത് സർവയോനിഷു യാ മൂർത്തയ സംഭവന്തി. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഒന്നിൻ്റെ ഏതെങ്കിലും നികൃഷ്ടം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നില്ല ഗീത, അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉത്കൃഷ്ടം നികൃഷ്ടം എന്ന് പറയുന്നത് ബാക്കിയുള്ളവരുടെ ഇടയിലാണ്, നമ്മുടെയൊക്കെ ഇടയിലാണ്. ഈശ്വരൻ എന്ന് പറയുന്ന അവിടെ ഇത് ഉത്കൃഷ്ടമായിട്ടുള്ളതാണ് നികൃഷ്ടമായിട്ടുള്ളതാണ് എന്നുള്ളതല്ല. അപ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അത് മുഴുവനായിട്ട് ഒരു ഭാഗികമായ വിശ്വത്തെയല്ല, മറിച്ച് ആ പൂർണ്ണതയിന്മേലാണ്, പൂർണ്ണതയിന്മേലാണ് കൃഷ്ണൻ്റെ ഊന്നൽ മുഴുവൻ എന്ന് പറയാം. എന്നിട്ട് തുടർന്ന് പറഞ്ഞു, സത്വം രജ തമ ഇതി ഗുണാപ്രകൃതി സംഭവാഹ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. ഈ ദേഹം ധരിച്ചിട്ടുള്ള ദേഹിയെ ഈ ഗുണങ്ങൾ, സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും എങ്ങനെയാണ് അവരെ ബന്ധിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞു. അവിടെ സത്വഗുണം ഒക്കെയാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത് വെച്ചത്. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകമനാമയം സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ച ഹേ അനഘ. പാപരഹിതനായിട്ടുള്ള അല്ലയോ അർജുന, നീ കേട്ടാൽ സുഖസംഘം കൊണ്ടും ജ്ഞാനസംഘം കൊണ്ടുമാണ് സത്വഗുണം നമ്മളെ ഏവരെയും ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. അതൊരു ബന്ധനമാണ് ചുരുക്കി പറഞ്ഞാൽ, അങ്ങനെ ഒരു ബന്ധനം. എന്നിട്ട് ഇത്ര വരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഗുണങ്ങൾ, ബാക്കിയുള്ള ഗുണങ്ങളുടെ സ്ഥിതി എന്താണ്? ഗുണങ്ങൾ 3 എണ്ണമാണ്, സത്വം രജസ് തമസ്. ഇനി ബാക്കി 2 ഗുണങ്ങളും എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്, മനുഷ്യ ശരീരത്തെ അല്ലെങ്കിൽ ദേഹത്തെ എങ്ങനെ ഈ ഗുണങ്ങൾ ബന്ധിച്ചിരിക്കുന്നു ഇത്യാദി കാര്യങ്ങൾ തുടർന്ന് പറയുകയാണ്. 14-ാം അധ്യായത്തിലെ ഗുണത്രയ വിഭാഗയോഗം എന്ന 14-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകം കൊണ്ട് ഭഗവാൻ പറയുന്നു, രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണാ സംഗസമുദ്ഭവം തന്നിബധ്നാതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. എങ്ങനെയാണ് ദേഹം ധരിച്ചിട്ടുള്ള ഓരോരുത്തരെയും ഓരോരോ ഗുണങ്ങൾ നമ്മളെ ബന്ധിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ സത്വഗുണം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ജ്ഞാനസംഘം കൊണ്ടും സുഖസംഘം കൊണ്ടുമാണ്. സുഖം കാക്ഷിക്കുന്ന ഒരു സുഖമില്ല, അല്ലെങ്കിൽ വേണ്ട ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം, ഇത് ശരിയാവില്ല, എനിക്കിത് ശരിയാവില്ല എന്നൊക്കെ പറയുന്ന ഒരു സുഖലോലുപൻ. അപ്പോൾ മൂപ്പർക്ക് അതിൽ നിന്ന് വിട്ട് യാതൊരു പരിപാടിയില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഈ സത്വസംഘമാണ്, സത്വഗുണം കൊണ്ട് ഉണ്ടായിട്ടുള്ള ബന്ധനമാണ്. അപ്പോൾ അത് ചിലർ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താ, സത്വഗുണം എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട നല്ല ഗുണമാണ്,
രജസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ, തമസ് എന്ന് പറഞ്ഞാൽ തീരെ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ തമസ് ഇന്നുന്ന ആളുകളുടേതാണ്, രജസ് ഇന്നുന്ന ആൾക്കാരുടെയാണ്. അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സത്വഗുണം, ബ്രാഹ്മണൻ സത്വഗുണമാണ്, ക്ഷത്രിയൻ രജോ ഗുണമാണ്, വൈശ്യൻ ഈ സത്വഗുണവും രജോ ഗുണവും ചേർന്നിട്ടുള്ളതാണ്, തമോ ഗുണവും ചേർന്നിട്ടുള്ളതാണ്, ശൂദ്രൻ എന്ന് പറയുന്നത് മൊത്തം തമോ ഗുണമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ അടിച്ചു വിടാറുണ്ട്. അതിന് വല്ല പ്രമാണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇനി ഗീത എങ്ങനെ പറയുന്നു? ഗീത പോലുള്ള ധർമ്മശാസ്ത്രങ്ങളിൽ ഈ പറഞ്ഞ ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും പറയുന്നുണ്ട്. പക്ഷെ അത് ആരാണെന്നുള്ളതാണ്. നോക്കൂ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ജാതി ബ്രാഹ്മണൻ എന്നുള്ള ഒരു വ്യവസ്ഥിതിയുണ്ട്. അതാണ് സമൂഹം കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. നമ്മൾ എന്ത് ഫിലോസഫി എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ബ്രാഹ്മണൻ എന്ന് ചോദിച്ചാൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമുക്കറിയാലോ കുറച്ച് വിദ്വാന്മാർ, അവരാണ് ബ്രാഹ്മണരെന്ന് അവർ സ്വയം പറയുന്നു, മറ്റുള്ളവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നു. അതല്ല എന്ന് നമ്മൾ ഈ ഗ്രന്ഥം കൊണ്ടോ എന്തുകൊണ്ടോ എത്ര ആവർത്തി പറഞ്ഞാലും ഇതൊന്നും ഏശാൻ പോകുന്നില്ല. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കി വെക്കാം, അത്രയേ ഉള്ളൂ. കാരണം ഇതിൽ ഇവർ പാറ്റന്റ് എടുത്തിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ എന്താ പല്ലിയുത്തരം താങ്ങുന്നത് പോലത്തെ ഒരു ഏർപ്പാടാണ്. ആരോ പറഞ്ഞ പോലെ കാടിവെള്ളത്തിലാണ് അതിൻ്റെ അന്ത്യം, അത്തരം പല്ലികളുടെ. അപ്പോൾ അതിനൊന്നും ധർമ്മശാസ്ത്രത്തിൻ്റെ സമ്മതിയില്ല. പിന്നെ സമൂഹത്തിൽ ചിലർ അതിന് സമ്മതി പത്രം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളതിനിപ്പോൾ എന്ത് ചെയ്യാനാ? അങ്ങനെ ഒരു വ്യവസ്ഥിതി കാലാകാലങ്ങളായിട്ട് നിലനിന്ന് പോരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അതിനെ ഈ സമൂഹത്തിലെ ഈ വ്യവസ്ഥിതിയെ അറിയാത്ത മനസ്സിലാക്കാത്ത ഒരാളെന്ന നിലയിലല്ല നമ്മൾ ഈ കാര്യം പറയുന്നത്. ഗീത ഏതായാലും അത്തരം കാര്യങ്ങൾ പറയുന്നില്ല. ഗീത പറയുന്നത് ഈ ഗുണങ്ങൾ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. അപ്പം നമ്മൾ സമൂഹത്തിൽ പറയുന്ന ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയുന്നവർ നമ്മൾ ഓരോരുത്തരെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. ആ ആളുകളിൽ നിങ്ങൾ പറയുന്ന ഈ ബ്രാൻഡ് ചെയ്തിട്ടുള്ളവരിൽ അവരുടെ കർമ്മങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം എന്താ പറയുക, പരുഷമായ വാക്കുകളും അല്ലേ, എന്തൊക്കെയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായല്ലോ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. ഒരു പുതിയ ഈ റാപ്പ് സംഗീതത്തിൻ്റെ, മലയാളത്തിലെ റാപ്പ് സംഗീതത്തിലൂടെ തൻ്റേതായിട്ടുള്ള നിലപാടുകളെ, തൻ്റെ രാഷ്ട്രീയത്തെ, തൻ്റെ നിലപാടിനെ, ഇവിടുത്തെ സാഹചര്യത്തെ, വ്യവസ്ഥയെ, ഇതിനെയൊക്കെ വളരെ ശക്തമായ വാക്കുകളിൽ അവതരിപ്പിക്കുന്ന ഒരാളാണല്ലോ ഈ വേടൻ എന്നുള്ള പേരിൽ, അദ്ദേഹം സ്വയം സ്വീകരിച്ച പേരിൽ അദ്ദേഹം ചെറുപ്പക്കാരനാണ്. ആള് വലിയ ക്രൗഡിനോട് സംവദിച്ചു കൊണ്ടിരുന്നത്. ഈ അടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക, ലഹരിയുടെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യുക, ഇപ്പോൾ ജാമ്യത്തിൽ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ പറയുമ്പോൾ പറയുക ഇവർ ഇങ്ങനെ പറഞ്ഞ ഒരു ആളാണ്, എന്താ നിറമൊക്കെ കറുപ്പും കാര്യങ്ങളുമാണ്. പക്ഷെ നമ്മൾ അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വിഷ്വല്, ആ സമയത്ത് പത്രക്കാർ ചോദിക്കുന്നതിന് അദ്ദേഹം മറുപടി പറയുന്നത്, ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് പത്രക്കാരോട് സംസാരിക്കുന്നത്, ഇങ്ങനെ പിന്നെ കുറേ ഇൻ്റർവ്യൂ അതും ഇതുമൊക്കെ നമ്മളിങ്ങനെ കാണാനിടയായി അദ്ദേഹത്തിൻ്റെ ഷോക്ക്. കാരണം ഈ ചെറുപ്പക്കാരനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ കൂടുതൽ മനസ്സിലാക്കാനും, എന്താണ് കുറേ പേര് ഇതിൽ ആകൃഷ്ടരാകുന്നു എങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് അറിയണം. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എനിക്കറിയില്ല ഏത് വേടൻ എന്ത് വേടൻ, ഞാൻ ആകെ അറിയുന്ന ഒരു വേടൻ വാത്മീകിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരുമാതിരി എന്താ പറയുക, നിങ്ങൾക്ക് ഒന്നിനെക്കുറിച്ചും 10 പൈസയുടെ ബുദ്ധി ഇല്ല എന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത്. ചിലരൊക്കെ അങ്ങനെയുണ്ട്. കാരണം എനിക്ക് ബ്രഹ്മത്തെക്കുറിച്ച് ചോദിക്കൂ എന്നോട്, ഞാനൊരു ആധ്യാത്മിക സ്വാമിയല്ലേ. വേടനെ കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയുന്ന വേടൻ പണ്ട്
2 ക്രൗഞ്ചമിഥുനങ്ങൾ അമ്പെയ്ത വേടന, ആ വേടനോട് മാ നിഷാദ അരുത് കാട്ടാള എന്ന് പറഞ്ഞതേ എനിക്കറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞാലോ? അതല്ല. നിങ്ങൾ ഈ വ്യാവഹാരിക ലോകത്തിൽ ജീവിച്ച് ഈ വ്യാവഹാരിക ലോകത്തിൽ ജീവിക്കുന്നവരോട് സംവദിക്കുമ്പോൾ അവരുടെ മനോമണ്ഡലങ്ങൾ ഏതൊക്കെ വ്യാപാരങ്ങൾ നടത്തുന്നു അതിൽ നിന്ന് വേണം സംസാരിക്കാൻ. അപ്പോഴേ അവർക്കിത് മനസ്സിലാവുള്ളൂ. അതാണ് നമ്മുടെ പക്ഷം. പറഞ്ഞു വന്നത്, ഈ മനുഷ്യന്, ഇദ്ദേഹത്തെ, ഈ ചെറുപ്പക്കാരന് സുന്ദരനാണവൻ, നല്ല മിടുക്കനാണ്. കാഴ്ചയിലും അവൻ്റെ ശബ്ദം നമുക്ക് ഒരു ഉള്ളിൽ തട്ടുന്ന ശബ്ദമാണ്. ഒരു നീറ്റലുണ്ട് ആ ശബ്ദത്തിന്. അതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു നീറ്റലുണ്ട്, മറ്റുള്ളവർ അതിൽ നീറ്റലും ഉണ്ട്, ആ നീറ്റലിൻ്റെ അഗ്നിയുമുണ്ട്. അതുകൊണ്ട് ചൂടുള്ളതാണ്, നല്ല ചൂടുള്ളതാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഇയാൾ എപ്പോഴും പ്രസന്നവദനാണ്. മൂപ്പര് ദേഷ്യപ്പെട്ടുകൊണ്ട് വികാരത്തെ ഇങ്ങനെ പ്രകടിപ്പിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ദേഷ്യം അഭിനയിക്കുന്നതോ ആ വികാരം കൊണ്ട് നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത് എന്നുള്ള മട്ടിലുള്ള യാതൊന്നുമില്ല. അങ്ങേയറ്റം സാത്വിക ശാന്ത ഭാവം. നോക്കൂ, നമ്മളിപ്പോൾ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് എന്തിലാണ്? ശൂദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ വാക്ക്, പെരുമാറ്റം ഇത്യാദി കാര്യങ്ങൾ, മറ്റു ലഹരി ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ വേറെ ഓരോന്ന് പറയാം. അതിനെക്കുറിച്ച് പറയാൻ ആളല്ല. അതിലും വലുത് ഉപയോഗിക്കുന്ന മറ്റ് ആൾക്കാരുണ്ട്. ഇരിക്കട്ടെ, ഈ പറഞ്ഞ വരേണ്യത്തിലെ ആശാന്മാർ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഒരാളുടെ വാക്കുകൾ സ്പോണ്ടേനിയസ് ആയിട്ട് അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, വിദ്വേഷത്തിൻ്റെ, പ്രതികാരത്തിൻ്റെ, അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ശ്രദ്ധയിൽ പെടുത്താം. നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോയതാണോ എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഇങ്ങനെ നിരീക്ഷിക്കാറുണ്ട്. ആളുകളെ, പൊതു രംഗത്ത് നിൽക്കുന്നവരെ നിരീക്ഷിക്കാറുണ്ട്. അപ്പം അവരെ ആ സഹജമായ ഭാവം മനസ്സിലാവും. അപ്പം പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെ സത്വഗുണത്തെയും രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ഒക്കെ നമ്മൾ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന ആളുകളിൽ ഇന്നെന്ന ഗുണമാണ് എന്ന്. ഇതൊക്കെ ഈ കാവിട്ടവർ പറയുന്നത് നമ്മളും കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ പറഞ്ഞ ധർമ്മശാസ്ത്രത്തിൽ നിന്നല്ല, അത് അവരുടെ വെളിവില്ലായ്മ പറയുന്നത് മാത്രമാണ്. അതിനെ അങ്ങനെ തന്നെ കണ്ടാൽ മതി. കാരണം ധർമ്മശാസ്ത്രത്തിൽ നിന്ന് അങ്ങനെ ഉദ്ധരിക്കാൻ പറ്റില്ല. ധർമ്മശാസ്ത്രം പറയുന്നത് യഹ സഹ തൗ തേ, ഇത്രയേ ഉള്ളൂ. ആരാണോ അവൻ ഇത്യാദി. ഇനി ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ആരാണ് ബ്രാഹ്മണൻ? ജന്മം കൊണ്ട് ബ്രാഹ്മണനായവനാണോ? അങ്ങനെ ഇതിൽ പറയുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ കൽപ്പിക്കുന്നു അങ്ങനെ, ജാതി ബ്രാഹ്മണൻ. അതുകൊണ്ടാണ് ഈ ജാതി ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ജാതി ബ്രാഹ്മണൻ വേറെയാണ്. അത് പണ്ട് തമിഴ്നാട്ടിലേക്കൊക്കെ ഹോട്ടൽ പണിക്ക് പോകുമ്പോൾ ഊണുവിലിട്ട് അവിടെ ഹോട്ടൽ പണി എടുക്കും. അതൊക്കെ ഈ പറഞ്ഞ് മഴ ഉഷാറാക്കുന്നുണ്ട്. എന്നിൽ വരുന്നുണ്ട്. രാത്രി മഴയായിരുന്നു, ഇന്നലെ രാവിലെ. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഗുണങ്ങൾ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കരുത്. ഇത് ഇന്നെന്ന ആളുകളെ ഇന്നെന്ന ഗുണം വെച്ച് അങ്ങോട്ട് ഫിക്സ് ചെയ്ത് ഭഗവാൻ പറഞ്ഞയച്ചിരിക്കുക. അങ്ങനെയാണ് പലരും പറയുന്നത്. പല പൊട്ടന്മാരും അങ്ങനെ പറയുന്നു. പല പൊട്ടന്മാരും മണ്ടന്മാരും അങ്ങനെ വിശ്വസിക്കുന്നുമുണ്ട്. ഇതൊന്നും ഞങ്ങൾക്ക് പഠിക്കേണ്ടതില്ല എന്ന് പറയുന്ന ജാതി ബ്രാഹ്മണന്മാരുണ്ട്. കാരണം ഞങ്ങൾ ഓൾറെഡി അതാണ് എന്നാണ്. നിങ്ങൾക്ക് ഞങ്ങളെ കാണുന്നത് തന്നെ വലിയ, അങ്ങനെ എന്താ പറയുക, ഇവരെ കാണുമ്പോൾ തള്ളി മറയ്ക്കുന്ന ആളുകളും ഉണ്ട്. ഓ, ബ്രാഹ്മണ ജന്മല്ലേ, ഒരു ബ്രാഹ്മണനെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ പുണ്യമല്ലേ എന്നൊക്കെ തള്ളുന്ന വിദ്വാന്മാരുണ്ട്. അടുത്ത ജന്മമെങ്കിലും അടിയന് എന്നെല്ലാം തള്ളി മറയ്ക്കുന്നവരുണ്ട്. അതൊക്കെ എന്താണ്? വിവരക്കേടിൻ്റെ മൂർത്തിമത് ഭാവങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഇതിനൊന്നും ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു പ്രിവിലേജ്, ധർമ്മശാസ്ത്രം അനുശാസിക്കുന്ന പ്രിവിലേജ് നേരത്തെ പറഞ്ഞതാണ്. നിങ്ങളൊരാളോട് സംസാരിക്കുമ്പം നിങ്ങളുടെ വാക്കിലെ മാധുര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒരു തരത്തിലും ഒരാളെ ഹേർട്ട് ചെയ്യാത്തതാണ്. ചിരിച്ചുകൊണ്ട്
സംസാരിക്കാൻ പറ്റുമെങ്കിൽ അത് വെറുതെ ഇങ്ങനെ ഇതിനൊരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതല്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്താ പറയുന്നത്. ഹേ കൗന്ദേയ, അർജുന, 7ാമത്തെ ശ്ലോകത്തിൽ രജോ രാഗാത്മകം വിദ്ധി, രജോ രാഗാത്മകം വിദ്ധി. രജഃ, രജോ ഗുണം രാഗാത്മകമാണ്. താത്പര്യങ്ങൾ, നമ്മുടെ താത്പര്യങ്ങളെല്ലാം തന്നെ വേണം എന്ന ആഗ്രഹങ്ങൾ അതെല്ലാം അവർ നേരത്തെ 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. രജോ ഗുണ സമുദ്ഭവ, കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. എന്തുകൊണ്ടാണ് ആളുകൾ പാപം ചെയ്യുന്നത് എന്ന് അർജുനൻ ചോദിച്ചിരുന്നു. അതക്കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛൻ അഭിവാർഷ്ണേയ ബലാദിവ നിയോജിത. 3-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ചോദ്യവും ഉത്തരവുമാണ്. നിങ്ങൾ എന്താ പറയുക, അതൊക്കെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഫിലോസഫികളാണ് ഭഗവാന്റെ ഗീതയിൽ പറയുക. ചോദ്യം അതെ. അർജുനൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഉദാത്തമായ ചോദ്യമാണ്. കാരണം ഉപനിഷത്തിലെ ശിഷ്യന്റെ ചോദ്യമാണ്. കേനോപനിഷത്തിലെ ശിഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷെ ആ ചോദ്യം കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിലാണ് എന്നേ ഉള്ളൂ. അവിടെ ശിഷ്യൻ ചോദിക്കുക, കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗ ദേവോയുനക്തി. കേന ഇഷിതം, ആരുടെ ഇച്ഛാമാത്രയാൽ, പ്രേഷിതം മനഃ, മനസ്സ് പോയി ഓരോരോ വിഷയങ്ങളിൽ പതിക്കുന്നത്. അതിൽ രാഗം ഉണ്ടാവും, ദ്വേഷം ഉണ്ടാവും, ഇത്യാദി പലതും ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത. പ്രാണൻ, ഒന്നാമനായിട്ടുള്ള പ്രാണൻ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ചക്ഷു ശ്രോത്രം കൗ ദേവോ യുനക്തി. കണ്ണ്, കാത്, മൂക്ക്, ഇതൊക്കെ ആരാണ് ഇതിൻ്റെ പിറകിൽ എന്നാണ് ഉപനിഷത്തിലെ ശിഷ്യൻ ചോദിച്ചത്. അപ്പോൾ ഉപനിഷത്തിലെ ശിഷ്യൻ്റെ ചോദ്യം ഈ പറഞ്ഞ സംഘർഷങ്ങളുള്ള ഒരു ചോദ്യമല്ല. പക്ഷേ അതിലതുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലാണ് അതിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മനസ്സ് വിഷയങ്ങളിൽ പതിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരാളെ കൊല്ലണം എന്ന ചിന്ത മനസ്സിൽ പതിക്കുന്നതും അതിൽ നിന്നുണ്ടാകുന്നതും ഒക്കെ അതിലുണ്ട്. അത് അന്തർലീനമാണ്. പക്ഷെ അർജുനൻ്റെ ചോദ്യം കുറേയും കൂടെ റെലവൻ്റാണ്, കുറേയും കൂടെ പച്ചയായ തുറന്ന ചോദ്യമാണ്. മറ്റത് നമുക്ക് പുറത്തേക്ക് എടുക്കണം. അർജുനൻ ചോദിച്ചത് എന്താ? കേന പ്രയുക്തോയം, കേന എവിടെയുണ്ട്? കേനേഷിതം എന്ന് ചോദിച്ചതുപോലെ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ എന്ന് വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. ആരുടെ പ്രേരണ കൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത് എന്നാണ്. മറ്റേടത്ത് പാപം മാത്രമല്ല, പുണ്യമുണ്ട്, എല്ലാമുണ്ട്. കേനേഷിതം പദ്ധതി പ്രേഷിതം മനഃ പോലെയല്ല അർജുനന്റെ ഇവിടുത്തെ ചോദ്യം. അത കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛൻ അഭി. അവിടെ കുറച്ച് സൂക്ഷ്മമാണ് അർജുനൻ. ആഗ്രഹിക്കാഞ്ഞിട്ട് പോലും ബലാദിവ നിയോജിത, ചിലപ്പോൾ ബലമായി നിയോഗിക്കപ്പെടും. അറിയാതെ ആരോ കൊണ്ട് തള്ളിയിട്ടു. അതിൽ ബലാദിവ നിയോജിത, ആരാന്നറിയില്ല, ചെയ്യുന്നു പറഞ്ഞ് ഓരോന്ന് പ്രേരിപ്പിച്ച് കൊണ്ട് ചെയ്യിക്കുന്നു. ആരാ ഇതിന് കാരണക്കാരൻ? കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്നഭി വാർഷ്ണയ ബലാദിവ നിയോജിത. ഹേ വാർഷ്ണയ, വൃഷ്ണികുലോത്തമ, ആഗ്രഹിക്കാഞ്ഞിട്ട് പോലും കൊടിയ പാപങ്ങൾ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്നതിൻ്റെ പിറകില് പ്രേരണ ആരുടേതാണ്? അപ്പം ഭഗവാൻ എന്താ പറഞ്ഞതെന്നറിയോ? കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. രജോ ഗുണത്തെ നമ്മൾ അവിടെ പരിചയപ്പെട്ടിട്ടുണ്ട്, വിസ്തരിച്ചിട്ടല്ല എന്നേ ഉള്ളൂ. ഏത്? 3-ാം അധ്യായം. അപ്പൊ രജോ ഗുണ സമുദ്ഭവ കാമ ക്രോധ ഏഷ.
അപ്പം കാമവും ക്രോധവും ഉണ്ടാക്കുന്നയാളാണ് ഈ രജോ ഗുണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ഈ ഗുണത്തിനനുസരിച്ചാണ് മനുഷ്യൻ്റെ തൊലി നിറം വെച്ച് ഇവൻ ഇന്നതിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പെടും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഈ വേടൻ എന്ന് പറഞ്ഞ പയ്യനെ ഉദാഹരിക്കാൻ കാരണം. അവൻ്റെ സംസാരവും അവൻ്റെ പെരുമാറ്റവും എല്ലാം സൗമ്യമാണ്, നല്ല വാക്കുകളാണ് സംസാരിക്കുന്നത്. മറ്റേ എന്താ പറയുക, അശ്ലീലം പോലെയുള്ള ചെറിയ ലൈറ്റ് അശ്ലീലമൊക്കെ അവൻ്റെ കവിതയിൽ കടുത്ത ഇടങ്ങളിൽ പ്രയോഗിക്കുന്നുണ്ട്. അതാവശ്യം, അത് അമർഷമാണ്. അതൊരു എന്താ പറയുക, പ്രതികാരത്തിൻ്റെ അല്ലെങ്കിൽ അതൊക്കെ ആകാമോ എന്ന് ചോദിച്ചാൽ കവിത സൃഷ്ടി, ഇങ്ങനെയുള്ള ഇത്തരം സൃഷ്ടികളിലൂടെ അതിനെ പ്രകടമാക്കാം. അത് പലർക്കൊരു നോവായിരിക്കും, ചിലർക്കതൊരു വലിയ ആശ്വാസമാണ്, പ്രതീക്ഷയാണ്. അത് ഒരു മാറ്റവും വളരെ ശാന്തസുന്ദരമായ രീതിയിൽ നടന്നിട്ടില്ല ലോകത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ രജോ ഗുണത്തെ പറയുന്നത് എന്താ? രാഗാത്മകം. ആ രജോ ഗുണത്തിൽ നിന്നാണ് എന്താ എല്ലാ ആഗ്രഹങ്ങളും ഉണ്ടാവുന്നത്. അതിന് ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞു. ആര് എങ്ങനെ ധ്യാനിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ധ്യായതോ വിഷയാൻ പുംസഹ സംഘസ്തേഷുപജായത് സംഘാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായത് ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. ഗീതയിൽ നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു ശ്ലോകം. കാരണം നമ്മളെ ശരിയാക്കി എടുക്കാനുള്ള പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് അതൊക്കെ. എവിടെ നിന്നാണ് ഇവൻ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞു. ഇവിടെ 3-ാം അധ്യായത്തിൽ അർജുനൻ വീണ്ടും ചോദിക്കുകയും ചെയ്തു. അർജുനൻ ചോദിക്കാതെ തന്നെയാണ് ഭഗവാൻ അവിടെ ധ്യായതോ വിഷയാൻ പുംസഹ പറഞ്ഞത്. മനുഷ്യന്മാർ ഓരോന്നിനെ ധ്യാനിക്കുന്നു. ആ ധ്യാനഫലമായിട്ട് തേഷു സംഘ ഉപജായത, അവന് സംഘമുണ്ടാവും. ആ സംഘം എങ്ങനെയുള്ള സംഘമാണോ അതിനനുസരിച്ചാണ് അടുത്തത്. സംഘാത് സംജായതേ ക്രോധ ക്രോധാത് ഭവതി സമ്മോഹ സ്മൃതിവിഭ്രമ ബുദ്ധിനാശ സർവനാശം. അപ്പോൾ ഈ രജോ ഗുണം നമ്മളെ ഓരോ സമയത്ത് നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നതും പറയിക്കുന്നതും ഏത് ഗുണമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതുപോലെ തന്നെ പബ്ലിക്കായിട്ട് നിങ്ങൾ ചിലത് കാണുന്ന സമയത്ത് ഇയാളുടെയൊക്കെ ഒരവസ്ഥ നോക്കണേ, ഇങ്ങനെ ഒരു അല്പനായി പോയല്ലോ എന്നൊക്കെ നമ്മൾ പറയില്ലേ. കാരണം എന്താണ്? നമുക്ക് ആ ഗുണം കൃത്യമായിട്ട് കാണുകയാണ്. ആ മൂഢമായ ചില ചെയ്തികൾ കാണുമ്പം പിന്നീട് അയാളും അതിനെക്കുറിച്ച് ചിലപ്പോൾ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് അയാൾക്ക് ഓർക്കുമ്പോൾ ഒരു അവജ്ഞയൊക്കെ തോന്നുന്നുവെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ ഇതൊക്കെ ശീലാക്കും. ജ്യോതിഷീർ പറഞ്ഞ പോലെ ശനി 7 ശനിയാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയും. അല്ല അപ്പോൾ ഇത് എങ്ങനെയത് അല്ല, അതിങ്ങനെ ശീലമായ ശരിയായിക്കോളും എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു ശനിയൊന്നും ഇല്ല. ആഴ്ചയിലൊരു ശനിയുണ്ട്. അതെ, ഇന്ന് ശനിയാണ്. ശനിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ശനിയാണ്, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളെ ഓരോരോ ചെയ്തികളിൽ, അതായത് സ്ഥിരമായിട്ട് ഒരാൾ സാത്വികനും രാജസികനും താമസികനുമല്ല. ഇത് വിസ്തരിക്കാൻ പോകുന്നുണ്ട് ഇവിടെ, എന്നാലും നമ്മളത് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കും. നമ്മുടെ ഓരോ ചെയ്തിയിൽ എങ്ങനെയാണ്, ഏത് ഗുണത്താൽ പ്രഭാവിതമാണ് നാം ഓരോരുത്തരും. അനുസ്യൂതം ഇത് കയറി ഇറങ്ങി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം രാഗാത്മകം,
പല താത്പര്യങ്ങളോട് കൂടിയിട്ടുള്ള തൃഷ്ണാസംഗ സമുദ്ഭവം. തൃഷ്ണയാണ്, വിഷയങ്ങളെ താലോലിക്കലാണ്, അതിൻ്റെ സംഘത്തിൽ നിന്നുണ്ടായതാണ് തൃഷ്ണാസംഗ സമുദ്ഭവം. ഇതി വിദ്ധി എന്ന് നീ അറിഞ്ഞാൽ. രജോ ഗുണത്തിൻ്റെ സ്വഭാവം ഇന്നതാണ്. രജോ ഗുണത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് മോശമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇപ്പം പറയുന്നത്. ഇപ്പം പറയുന്നത് ഇത് ഇങ്ങനെയാണ് അർജുന. തുടർന്ന് അതുകൊണ്ട് തന്നെ അതെന്താക്കുന്നു? തത് എന്ന് പറഞ്ഞാൽ രജോ ഗുണം. ആ രജോ ഗുണം രാഗാത്മകമാണ്, തൃഷ്ണാസംഗ സമുദ്ഭവവുമാണ്. അത് നമ്മുടെ ജീവന് ഓരോരുത്തർക്കും എന്തുണ്ടാക്കുന്നു? ദേഹിനം കർമ്മസംഗേന ബധ്നാതി. നമ്മളെ കർമ്മമാകുന്ന സംഘത്തിലൂടെ ബന്ധിക്കുന്നു. അപ്പൊ ഈ കർമ്മത്തിൽ നമ്മളെ ബന്ധിക്കുന്നു. അപ്പൊ ഈ ബന്ധനത്തിൽ നിന്ന് ഒഴിയണമെങ്കിൽ എന്തു വേണം? ഒന്നിത് മനസ്സിലാക്കണം. ഇതാണ് ഇതിൻ്റെ സ്വഭാവമാണ് ഇത്. അപ്പൊ എന്തെങ്കിലും ഒന്നും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ചിലർക്കാണെങ്കിലോ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു അടുപ്പാ. പണ്ടൊരു സിനിമയിലില്ലേ മോഹൻലാൽ പറയുന്നു, ജോലിയൊന്നുമില്ല, തേരാപാര നടക്കുക. വേറൊരു കൂട്ടുകാരനും ഉണ്ട്, എവിടെയെങ്കിലും ജോലി കിട്ടിയിട്ട് വേണം 10 ദിവസം അവധിയെടുക്കാൻ. ഇങ്ങനെയൊക്കെയുള്ള പല കോമഡികളുണ്ട്. അതൊക്കെ ഒരു കണക്കിന് പറഞ്ഞാൽ അതിലൊക്കെ വലിയ ഫിലോസഫിയും ഉണ്ട്. നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നതും അതിൽ അത്രയും നർമ്മമുള്ളത്, നർമ്മത്തിനപ്പുറത്ത് അതിനകത്തൊരു തത്വചിന്തയുണ്ട് എന്ന് പറയും. നമ്മുടെ നിരർത്ഥകതയാണ് അത്. നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ മാനസികാവസ്ഥയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണം എന്ന് പറയുന്ന ഒരു അതേ സിനിമയിൽ ഞാൻ പറയുന്നുണ്ട് നമുക്ക് കള്ളക്കടത്ത് തുടങ്ങിയാലോ എന്ന്. അപ്പോൾ ശ്രീനിവാസനാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുക, നമ്മൾ എന്തോന്നെടുത്ത് കടത്തും? എന്താ ഈ കള്ളക്കടത്ത് തുടങ്ങിയാലോ എന്ന് ചോദിച്ചാൽ അതിനെന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഇതുപോലെ നമ്മൾ പലപ്പോഴും ഈ ധനത്തിനും നമ്മുടേതായിട്ടുള്ള ഈ പറഞ്ഞ ഈ തൃഷ്ണ ഇതിൽ നിന്ന് ഈ രജോ ഗുണത്തിൽ നിന്ന് ഇത്തരം കോമഡികളൊക്കെ ഉണ്ടാവുന്നു. എന്നാൽ പിന്നെ കള്ളക്കടത്ത് തുടങ്ങിയാലോ? കള്ളക്കടത്ത് തുടങ്ങണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. എന്തായാലും അർജുന, നമ്മളിങ്ങനെ ഈ ഓരോ കാര്യങ്ങൾ കർമ്മമാകുന്ന ബന്ധനം, കർമ്മപാശം, അതൊരു കയറാണ്. അതാണ് ഈ ഭാഗവതത്തിലെ ധ്യാന ശ്ലോകം പറയുന്നു, പാടുന്ന പാട്ട് തന്നെ എന്താ? സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. കർമ്മഗ്രാഹം ഭാഗവതത്തിലും പറയുന്നുണ്ട്. ഈ ഗജേന്ദ്രനെ പിടിച്ച ആന ഏതാണ്? ഗജേന്ദ്രനാകുന്ന ആനയെ പിടിച്ച മുതല. ഗ്രാഹം എന്ന് പറഞ്ഞാൽ മുതല. ആ മുതലയാണ് എന്താ പറയുക, പിടിമുറുക്കിയിരിക്കുന്നത്. ആ കർമ്മത്തെയാണ് ഭഗവാൻ ഛേദിക്കുന്നത് സുദർശന ചക്രം കൊണ്ട്. സിംബോളിക്കാണ്. ശങ്കരാചാര്യരെ പിടിച്ച മുതലയും അത് തന്നെയാണ്. ജി.വി. അയ്യരുടെ സിനിമയിൽ അത് മനോഹരമായിട്ട് കാണിക്കുന്നു. മുതലയല്ല, ശങ്കരന് അമ്മ വസ്ത്രം ഇട്ട് കൊടുക്കുന്നു, കാവ്യ വസ്ത്രം. സന്യാസത്തെ സ്വീകരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ മുതല പിടിവിട്ടു എന്നാണ്. മുതലയ്ക്ക് എന്ത് സന്യാസി?
അങ്ങനെ മുതല പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദയാവായ്പ ആരോടും മുതല കാണിക്കില്ല. മുതലയ്ക്ക് വിശക്കുന്നുണ്ടെങ്കിൽ കുട്ടിശങ്കരൻ്റെ കാല് പോയിട്ടുണ്ടാവും. വിദ്യാരണ്യ സ്വാമികൾ ശങ്കര ദിഗ്വിജയം എന്നുള്ള പേരിൽ ഒരു ചരിത്രം എഴുതുക. ഒന്നും സംഭവങ്ങളല്ല, നടന്നതൊന്നുമല്ല, സിംബോളിക്കാണ്. ഒരുപാട് അത്തരം കാര്യങ്ങളെ വിദ്യാരണ്യ സ്വാമികൾ ഭാഗവതത്തിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം എന്താണ് അതിൻ്റെ താല്പര്യം? കർമ്മത്തിൽ നിന്നുള്ള വിടുതലാണ് സന്യാസം. സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ? ഉടമസ്ഥതയെ കയ്യൊഴിയലാണ്. നതു വസ്ത്രം നതു മുണ്ടനം ജ്ഞാനം സന്യാസ ലക്ഷണം. ശങ്കര ഭഗവത്പാദരന്യ പറഞ്ഞു. ആചാര്യസ്വാമികളുടെ ജയന്തി കൂടിയാണ്. ആ ജയന്തി ആഘോഷിക്കുന്ന വേളയാണ് ഇപ്പോൾ. അപ്പം ഇതെവിടുന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജോ ഗുണമാണ്. അതിൻ്റെ സ്വഭാവം രാഗാത്മകമാണ്. തൃഷ്ണാസംഗ സമുദ്ഭവമായിട്ടുള്ള അതിൽ നിന്നാണിത് ആവിർഭൂതമാകുന്നത്. അപ്പം ഈ 3 ഗുണങ്ങളെ കൊണ്ടാണ് നമ്മളെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ ഈ ഓരോ കാര്യത്തിലും ഇപ്പം ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനം നാശത്തിനുള്ളതായിട്ടാണ് 2-ാം അധ്യായത്തിൽ പറയുക. അപ്പം ധ്യാനം നശിക്കാനുള്ളതാണോ? അല്ല, ധ്യാനം നാശത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഏത് ധ്യാനം? വിഷയധ്യാനം. ധ്യാനിക്കാത്തവരായിട്ട് ആരുമില്ല. എല്ലാവരും രാവിലെ മുതൽ ധ്യാനിക്കുകയാണ്. എന്തിനാ ധ്യാനിക്കുന്നത്? ഈ പറഞ്ഞത്. അപ്പം ഇവനിലെ ധ്യാനം രൂപപ്പെടുന്നത് ഏത് ഗുണത്തിൽ നിന്നാണ്? ഏത് ഗുണത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ്? പ്രധാനമാണ്. ഓരോരുത്തരെ കൊല്ലാനും പാര വയ്ക്കാനും ഇതിനൊക്കെ ഉള്ള നിശബ്ദനായി ഇരുന്ന് ധ്യാനിക്കുക. ഇപ്പം രാഗാത്മകമായിട്ടുള്ള അതാണ് രജോ ഗുണം. തുടർന്ന് തമോ ഗുണത്തെ പറയും. വളരെ രസമായിട്ടുള്ള ഒരു ഗുണമാണ്. അത് നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.